അനാചാരങ്ങൾ അകന്നു തകർക്കുമ്പോ സ്ത്രീകൾ മുഴുവനും ജീവിതത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ പാഞ്ഞു പോകുമ്പോ നിയന്ത്രണം വേണമെന്ന് പറയുന്നവനെ പുരോഗമനവാദിയല്ലെന്ന് പറഞ്ഞ് കല്ലെറിയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ എന്നേ ഉള്ളൂ. പെണ്ണെ, നിന്റെ ജീവിതത്തിന്റെ ചാരിത്രത്തെ സൂക്ഷിക്കല് നിന്റെ കടമയാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്റ്റോപ്പുകളിൽ കാമുകന്മാരെ കണ്ണിറുക്കുമ്പോ മറുഭാഗത്ത് ഫോൺ സെക്സുകൾ നിന്നെ വലക്കുമ്പോ ഗൾഫിലുള്ള ഭർത്താവിന്റെ അഭാവം നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാൻ സാഹചര്യമുണ്ടാകുമ്പോ കോടതി വരാന്തകളിൽ എത്രയോ നന്മകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. കാമുകന്റെ കൂടെ കോടതിയിൽ ഇറങ്ങിപ്പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ട് സാരിത്തുമ്പിൽ പിടിച്ചു വലിക്കുന്ന 1.5 വയസ്സുകാരിയെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ കടന്നു പോകുന്ന ശപിക്കപ്പെട്ട മാതൃത്വത്തെ കാണുമ്പോ തലശ്ശേരി കോടതിയിൽ നിന്ന് ഇറങ്ങി വരവേ 18 വർഷത്തോളം എന്റെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചു പൊന്നുമോയോ. ഇത്രയും നാള് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോയോ. ഒരു മക്കളെപ്പോഴും പിതാവിന് വലിയ ശ്രേഷ്ഠമാണല്ലോ. അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ. കബീർ ബാക്കവിക്കും ഹൃദയത്തിൽ ഏറ്റുമിട്ട മക്കളോടാണ്, ഷാഫി മൗലവിക്കും മക്കളോടാണ്, ഡോക്ടറിനും മക്കളോടാണ്. ബഹുമാന പേര് വലിയ സമ്പന്നനാവട്ടെ. ഞാൻ കേരളത്തിലെ മലയാളികളെ ഏറ്റവും ധനികനായ ബഹുമാനനായ ഡോക്ടർ M.A. യൂസുഫ് അലി സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ഞാനും എന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന് അബുദാബിയിലെ വസതിയിലിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ബാക്കവി പോവുകയാണ്, ബഹ്റൈൻ പ്രിൻസുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, പോവുകയാണ്. പോകാനിറങ്ങുമ്പോ ഇളയ മകളുടെ പെണ്ണുമോള് നടന്നു വന്നു. കെട്ടിപ്പിടിച്ചിട്ട് ആ പെണ്ണുമോളുടെ വയറ്റില് ഉപ്പാപ്പാടെ പെണ്ണുമോളിങ് വന്നേന്ന് പറഞ്ഞിട്ട് M.A. യൂസുഫ് അലി സാഹിബ് അതിലേക്ക് മുത്തം വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ ഓത്തുപോയി. അല്ലാഹുവേ, എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും M.A. യൂസുഫ് അലി സാഹിബ് ആണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ 5 മൂടില് ടെലിഫോണിന്റെ കേബിൾ എടുക്കാൻ വേണ്ടി കുടിക്കാൻ വരുന്ന തമിഴത്തി പെണ്ണുങ്ങളില്ലേ? കൊച്ചുമക്കളെ മരക്കൊമ്പിൽ സാരിത്തുമ്പിൽ കെട്ടിയിട്ടൊരു ഒരു തൊട്ടിലുണ്ടാക്കി കിടത്തിറക്കിയിട്ട് ടെലിഫോണിന്റെ കേബിൾ കുടിക്കുമ്പോ ഉറക്കത്തിൽ എഴുന്നേറ്റ് കുഞ്ഞു കരയുമ്പോ ഓടിച്ചെന്ന സാരിയിൽ കെട്ടിയിരിക്കുന്ന കുഞ്ഞിനെ മാറോടെടുത്ത് ചേർത്ത് പിടിക്കുന്ന ടെലിഫോൺ കേബിൾ എടുക്കാൻ വേണ്ടി വന്ന തമിഴത്തി പെണ്ണിനും M.A. യൂസുഫ് അലി സാഹിബിനുമൊക്കെ മക്കളോടുള്ള സ്നേഹം ഒരേപോലെയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് ഇതേപോലെ മുത്തം കൊടുത്തു വെട്ടിയ പുന്നുമോ വേറൊരുത്തിന്റെ കയ്യിൽ പിടിച്ചിറങ്ങുമ്പോ റാഹി റാഹി പൊന്നുമോളെ റാഹി എന്ന് നിലവിളിച്ചുകൊണ്ട് ഉപ്പ പാഞ്ഞു പോകുമ്പോ ആ നിലവിളികൾ ലോകത്തുനിന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫറോവയുടെ കാലം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? പണ്ട് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ അവസരങ്ങളില്ല. ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഫോൺ കോളുകളുണ്ട്. ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആയിപ്പോകുന്നു എന്ന് ന്യായം പറയുമ്പോ പെങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവസാന ഫറോവ വന്നിട്ട് പറഞ്ഞു, ഏ ആസിയ പറയും ഞാനാണ് അല്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്നെ സൃഷ്ടിച്ച റബ്ബിനാണ് സുജൂദ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആസിയ കോപാക്രാന്തനായി ഭർത്താവ് കുന്തമെടുത്തിട്ട് ഊഹ്യസ്ഥാനത്തിലേക്ക് കുത്തിയിറക്കുമ്പോ വേദന കൊണ്ട് പ്രളയവേ, രക്തം തടം തല്ലിയാത്തിടുകവേ ആസിയ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി അഭിനവകാല ലോകത്തിലെ റോൾ മോഡല് ഫറോവയുടെ കൊട്ടാരത്തിലെ പത്നിയായി ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. ആസിയ ബീവി പറഞ്ഞ മറുപടി, അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ സ്വർഗത്തിന്റെ ഒരു വീട് നീക്കും മതി. ഈ മരണവേദന എനിക്ക് പ്രശ്നമല്ലെന്ന് മരണവേദനയിൽ പിടയുമ്പോൾ പറഞ്ഞു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തീരേണ്ട താമസം പെങ്ങളെ. ആകാശലോകത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സ്വർഗത്തിലേക്ക് കിട്ടാൻ പോകുന്ന മണിമാളിക മരണസമയത്ത് കണ്ടിട്ടാണ് ആസിയ ബീവി ലോകത്ത് വിട പറഞ്ഞു പോയത്. ഹബീബായ നബി ഹബീബായ നബി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്ത് നിലയ്ക്കാതിരിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിന് അഭിനിവേശമാവട്ടെ. ഇതൊക്കെ ലോകത്തോട് ഈ വൃത്താന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാരാ? ആസിയുടെ കഥ, മറിയമിന്റെ കഥ, ഈസാ നബിയുടെ കഥ, മൂസാ പ്രവാചകന്റെ കഥ, ചെങ്കടല് പിളർന്നു പോയ കഥ, മണ്ണും സെൽവയും ഇറങ്ങിയ കഥ, ഒട്ടകം കരിങ്കല്ല് ഒട്ടകത്തെ പ്രസവിപ്പിച്ച കഥ. ഇതൊക്കെ നമുക്ക് ഈ ലോകത്തോട് ഒരു യുക്തിവാദത്തിനിട നൽകാറ് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തോടെ നമുക്ക് പറഞ്ഞു തന്നതാരാ? അത് ഹിറാ ഗുഹയിൽ വന്ന വെളിച്ചമല്ലയോ? കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ കബിയേ തജല്ലി ദാരേ ഹിറാ മേ കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ കബിയേ തജല്ലി ദാരേ ഹിറാ മേ. ചിലപ്പോൾ ഈ പ്രവാചകൻ സംസാരിച്ചത് ഹിറാ ഗുഹയിലിരുന്ന്, ചിലപ്പോൾ ആയിഷയുടെ മടിയിലിരുന്ന്, ചിലപ്പോൾ സഫാ മലയുടെ മുകളിലിരുന്ന്, ചിലപ്പോൾ ബദറിന്റെ വായ്പോരിന്റെ ഇടയിൽ നിന്ന്. ലോകത്തോട് സുവിശേഷത്തിന്റെ വർത്തമാനങ്ങളുടെ വൃത്താന്തങ്ങൾ ഇത്തകൃത്യമായി പറഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സവ്വജനി റബ്ബി ബിഇസ്നി. നാളെ സ്വർഗത്തിലെ രണ്ടു പേരെ അല്ലാഹു എനിക്ക് വിവാഹം ചെയ്തു തരും. ഒന്നാരെ എന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയമിനെയാണ് നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയായി രണ്ടാമത് വരുന്നത്. ആസിയ ബിന്ത് മസാഹിം, ആസിയ ബിന്ത് മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഇവര് രണ്ടുപേരും നാളെ സ്വർഗത്തിൽ എന്റെ പത്നിമാരാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ എന്ത് നേടി? ലോകത്തിന്റെ ഈ തിരുത്തലുകൾക്കെതിരെ അശ്ലീലത്തിന്റെ നടുവിൽ ശ്ലീലത്തെ തിരിച്ചറിഞ്ഞു നിന്നപ്പോ മുത്ത് റസൂലിന്റെ ഭാര്യയായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫറോവയുടെ ഭാര്യയായിട്ട് പോലും ആസിയ ബീവിയെ ഫറോവ കൈകൊണ്ട് സ്പർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു അവസരം കൊടുത്തില്ല. മുത്ത് റസൂലിന്റെ ഭാര്യ വേണ്ടതാണ്, അതുകൊണ്ട് ഫറോവയ്ക്ക് തൊടാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മറിയം ബിനത്ത് ഇമ്രാൻ. അതോടൊപ്പം തന്നെ ആസിയ ബിന്തു മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. അതുകൊണ്ട് സഹോദരി, ജീവിതം ഒരല്പം മാത്രമേയുള്ളൂ. ആ അല്പമുള്ള ജീവിതത്തിലെ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുക. ജീവിക്കുന്നിടത്തോളം കാലം നല്ലവനായി ജീവിക്കുക. അവസാനം മരിക്കുമ്പോൾ നല്ലവനായി മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതം ശുഷ്കമാണ്. ഈ ജീവിതം 50 60 വയസ്സ് മാത്രം. ഇപ്പൊ അത്രയും പോലും പോയില്ല. എന്റെ സമൂഹത്തിന്റെ കാലാവധി 60 70 വയസ്സ് മാത്രമാണ്. പരമാവധി അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് തീരും. പരമാവധി അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് തീരും. ഈ 60 70 വയസ്സിന്റെ ജീവിതം അത് നൈമിഷികമായ ജീവിതം. മണ്ണിൽ നമ്മൾ ജീവിതമോ പൂക്കളെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം പൂക്കളെ പോലെയാണ്. അങ്ങോട്ട് പോയപ്പം വിടന്ന് നിന്നതാണ്, തിരിച്ചു വന്നപ്പോൾ വല്ലാതെ വാടിക്കൂമ്പിക്കിടക്കുകയാണ്. വിടർന്ന് നിന്ന് എത്രയെത്ര ആളുകൾ ഇന്നും തമിഴ്നാട്ടിലെ മധുരയിലെ ദേശീയപാതയിൽ നമ്മുടെ വെളിപ്പാടകരയുള്ള 4 പേര് മരണപ്പെട്ടു പോയത്രേ. അവരെത്രയോ ചിരിച്ചുല്ലസിച്ചവര് വാഹനത്തിൽ പോയവരാണ്. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് സ്വദേശികളായ ഒരു ഉമ്മയും 2 ചെറുപ്പക്കാരികളും ഒരു ചെറുപ്പക്കാരനുമാണ് ഇന്ന് മധുരയുടെ ദേശീയപാതയിൽ ഇഹലോകവാസം വെടിഞ്ഞത്. അള്ളാഹുരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ജീവിതം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി സൗന്ദര്യമുള്ള ജീവിതമാവുക, സുഗന്ധമുള്ള ജീവിതം നമ്മിൽ നിന്ന് സുഗന്ധമുണ്ടാവും. ആസിയയെ പോലെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് കാലം ഇങ്ങനെയാണ്, കോലം ഇങ്ങനെയാണ്. അബൂജഹലും കൂട്ടരും പറഞ്ഞല്ലോ, ഞങ്ങളെ നശിപ്പിച്ചത് ഞങ്ങളുടെ കാലമാണെന്ന് പറയാൻ കുട്ടികളെ നിർവാഹില്ല. ചെറുപ്പക്കാരോട് നന്നായിട്ട് പറയാൻ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് കുട്ടികളെ.
അള്ളാടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ 21-ാം നൂറ്റാണ്ടിൽ വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളൊക്കെ ലോകം സ്വായത്തമാക്കി. എൻ്റെ അള്ളാഹു ഇപ്പോ ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കാൻ. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ അലമാരയിലേക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 8ാം വാള്യം ഒന്ന് വായിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നഖത്തിന് 4 വലിപ്പം പോലും ഇല്ലാത്തൊരു ചിപ്പിന് മുമ്പിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്ന കാലം. ആ കാലത്ത് പണ്ട് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കണ പേരെന്താണ്, എത്രയുണ്ട് വിദ്യാഭ്യാസം, അപ്പായും ഉമ്മയൊക്കെ ദീനുള്ളവരാണോ എന്നാണ്. ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ വന്ന ചെറുപ്പക്കാര് വീട്ടിൽ വന്ന പെണ്ണ് വരുന്നതിന് മുമ്പ് ആദ്യം നോക്കണം ഇവിടെ 3G ഉണ്ടോന്നാണ്. 3G ഇല്ലാത്ത സ്ഥലത്താണ് പെണ്ണ് വേണ്ട. ഇത് ഞാൻ വെറുതെ പറയണല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഇല്ല. 3Gയും 4G ഇല്ലാത്തൊരു സ്ഥലത്തൊന്നും പെണ്ണ് വേണ്ട. പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ആദ്യം വിചാരിക്കണത് ആദ്യ രാത്രിയിൽ ഏതായാലും പെണ്ണിന്റെ വീട്ടിലല്ലേ. നമ്മുടെ നാട്ടിലെ നാട്ടുനടപ്പ് പ്രകാരം ഒരു ദിവസം പോലും 3G ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നമ്മെ പിടിച്ചു മുറുക്കി. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും തന്നെ ഇറങ്ങിയാൽ ആദ്യം നോക്കണം നെറ്റിന്റെ കവറേജ് ഉണ്ടോന്നാണ്. അല്ലേ? മയ്യത്തടക്കാൻ സ്ഥലം കിട്ടുമോ നോക്കിയിട്ടല്ല. ഇവിടെ നിന്ന് മരിച്ച പടച്ചോനെ മയ്യത്തടക്കാൻ സ്ഥലം ഉണ്ടോന്നല്ല ആദ്യം നമ്മൾ നോക്കണതാണ്. ആദ്യം നമ്മൾ നോക്കണ നെറ്റിന് കവറേജ് ഉണ്ടോ ഇല്ല. എന്നാ ഇവിടെ 3G ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ പോണ. എല്ലാരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പരിശുദ്ധ മാലാഖയായിട്ടല്ലേ ഈ പറയണത്. നമ്മുടെ നിസ്കാരം തന്നെ പോക്കാൻ എനിക്ക് തോന്നാറുണ്ട് ദജ്ജാൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. കാരണം നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്തിട്ട് ഹുശുവോടെ നമ്മൾ പോയാൽ ആദ്യം നമ്മളിടുന്ന പരിപാടി എന്താ? എല്ലായിടത്തും മൊബൈൽ സൈലന്റ് ആക്കുക. സൈലന്റ് ആക്കിയിട്ട് ഒരു കഥയില്ല, സ്വിച്ച് ഓഫ് ആക്കണം. നിസ്കാര സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം, സൈലന്റ് ആക്കിയിട്ട് കാര്യം ഇല്ല. കാരണം എന്താ? ഈ സാധനം കൊണ്ടുപോയി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ആദ്യം കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പുറത്ത് 4 പേരുണ്ടാവും, ഇപ്പുറത്ത് 4 പേരുണ്ടാവും. ഫാത്തിഹയൊക്കെ ഓതി നേരെ റുക്കുയിൽ പോകുമ്പോൾ പെണ്ണുപിള്ള വിളിക്കും ഇങ്ങോട്ട്. ഭാര്യ മൊബൈലിലോട്ട് വിളിക്കും. അപ്പൊ അതിന്റെ ഡിസ്പ്ലേ തെളിയും. ആ ഡിസ്പ്ലേയില് ഭാര്യയുടെ ഫോട്ടോ ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാവും. ഒന്നീ അവനവന്റെ ഭാര്യ അല്ല ഇലോക്കംകാരന്റെ ഭാര്യ, ആരെങ്കിലും ഒരു ഭാര്യയുടെ ഇത്രയും ഉണ്ടാവും. അടുത്ത് നിൽക്കുന്ന ആൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. റുക്കുവിലേക്ക് പോയ ഒരാളെ ശ്രദ്ധ അങ്ങോട്ടാ വരിക. ഇപ്പൊ നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ തന്നെയാണെന്ന് ഇരിക്കട്ടെ, അവളൊന്ന് കോള് വിളിച്ചാലേ വേറൊരു കോള് വന്നാൽ ആദ്യം ഡിസ്പ്ലേ തെളിയുന്ന ആരുടെ ഫോട്ടോയാ? നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ. നമ്മളിപ്പോ കണ്ട് കൊതി വരുന്നുണ്ട്. ഈ വലാമുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവിടെ വന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കണ്ട. എന്നാലും അടുത്തിരിക്കണോ നോക്കൂലോ, അപ്പുറത്തിരിക്കണോ നോക്കൂലോ. പടത്തോനെ ഉസ്താദ് ഇനിയിപ്പം നേരിട്ട് ഇനിയിപ്പോ മൊബൈലിൽ നോക്കാനോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോ നോക്കൂലോ. അവന്റെ നിസ്കാരം പോയില്ലേ? അപ്പൊ ആളുകൾ നോക്കുമ്പോ ഇത് ഓഫ് ആക്കാനുള്ള നമ്മുടെ തത്രപ്പാട് പോയില്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ, നമ്മുടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിന് അഡിക്റ്റായി എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ ഡോക്ടർമാർ മുമ്പിൽ വരുമ്പോ പറയും പുക വലിക്കരുത് എന്ന് പറഞ്ഞാലും അവൻ പിന്നെയും പുക വലിച്ചാൽ മരിക്കൂന്ന് പറഞ്ഞാലും വലിച്ചതിന്റെ അർത്ഥം എന്താ? ആ ഹാബിറ്റ് അവന് മാറ്റാൻ പറ്റൂല എന്നാണ്. അവൻ അതിന് അടിമയായി കഴിഞ്ഞു, നമ്മൾ ഇതിന് അടിമയായി കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മുമ്പ് എടുത്തു നോക്കണം ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോന്നാണ്. എൻ്റെ പൊന്ന്, ഞാൻ ഈ പറഞ്ഞതിന് കുറ്റമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ശീലങ്ങൾക്ക് ഓരോ കാലം കഴിയും തോറും നമ്മൾ ഓരോ ശീലങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഒന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു. നമ്മുടെ ശീലങ്ങൾ, പണ്ട് വീട്ടിലൊരു കല്യാണം ഉറപ്പിച്ചാൽ അന്ന് കുടുംബ ബന്ധമുണ്ട്. തലേ ദിവസം എല്ലാവരും നമ്മുടെ വീട്ടിൽ വരും. എല്ലാവരും പെണ്ണുങ്ങളെല്ലാം കൂടെ പച്ചക്കറി അരിയും, ആണുങ്ങളെല്ലാം കൂടെ മുറ്റത്ത് ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് ആ മുറ്റത്തിരുന്ന് ഒരു വർത്താനം പറയും. ഒരു കല്യാണം നടന്നാൽ അതൊരു കുടുംബ ബന്ധം ചേർക്കലാണ്. ഇപ്പോഴോ കത്ത് കൊണ്ടേ കൊടുക്കും, സമയം ഓഡിറ്റോറിയത്തിൽ വരും, നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. ഒരു കുടുംബ ബന്ധം ചേർക്കലില്ല. കല്യാണം എന്നത് ഒരു കുടുംബ ബന്ധമായിരുന്നു. ഇന്ന് ഓഡിറ്റോറിയത്തിൽ കല്യാണം. എല്ലാവരും തിരക്കുകളായി വീട്ടുമുറ്റത്ത് നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണം മാറിയപ്പോ തീർന്നു. പണ്ട് വീടിന്റെ മുറ്റത്തൊരു വലിയ വരാന്ത ഉണ്ടായിരുന്നു വൈകുന്നേരം ഇരിക്കാൻ. ആ വരാന്തകളില്ല. ഇന്നിപ്പോ വരാന്തയൊക്കെ ഗ്രില്ലിട്ട് നമ്മൾ അടച്ചു. അത് വരാന്തയാണെന്ന് അറിയണം. നമ്മളോട് വരാന്താന്ന് എഴുതി വെക്കണം. അത് മുമ്പിൽ കൂടെ പോകണമെന്ന് വായിച്ചാൽ വരണ്ടാന്നേ വായിക്കും. വരാന്തന്ന് എഴുതിയാൽ തന്നെ വായിക്കണവനെന്താ വരണ്ടാന്നേ വായിക്കുള്ളൂ. അതുകൊണ്ട് അവൻ അങ്ങോട്ടും കയറൂല. ഇമ്മാതിരി ഞാൻ ചിരിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ അകറ്റി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഷുഹ്റത്ത് ബി ലേലോ യ ദൗലത്ത് ബി ലേലോ ഹരേ ചീന് ലൂട്ടാത്തു മേരി ജവാനി എന്ന് പണ്ട് റാഫിയുടെ പാട്ടുണ്ട്. എന്റെ മുഴുവൻ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. മഴവെള്ളം തിമിർത്തു പായുമ്പോ പുഴയുടെ പക്കത്തുള്ള പാടത്തുകൂടി മീൻ പിടിച്ച് നടന്ന ആ മഴവെള്ള പാച്ചിൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി നടന്ന എന്റെ ബാല്യകാലം എനിക്ക് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് റഫി പണ്ട് പാടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ബാല്യകാലങ്ങളില്ല. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഉള്ളത്? ഞാൻ വെറുതെ പറയല്ല, എൻ്റെ കാലത്തെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടല്ല. ഈ കാലം വലിയ മോശമാണ്. ഇന്ന് നമ്മുടെ പഠിക്കുന്ന കുട്ടികളോ രാവിലെ ഉമ്മായും ബാപ്പായും കൂടെ കൊണ്ടുപോയി സർവ്വസാധനവും കെട്ടിക്കൊടുത്ത് യൂണിഫോമും കെട്ടി വണ്ടി വരുന്നു, അവർ പോകുന്നു, സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിൽ വരുന്നു, ഉറക്കൊന്നുമില്ല. നമുക്കോ പുസ്തകങ്ങൾ അടുക്കി പിടിച്ച് നമ്മുടെ ബാല്യകാലം എത്ര സുന്ദരമായിരുന്നു. കൂട്ടുകാരത്തോട് LP സ്കൂളിലും UP സ്കൂളിലും 2 കിലോമീറ്റർ നടന്നു പോയ കാലം, പോകുന്ന വഴിയിൽ ഇന്നലത്തെ വീട്ടിലെ കഥ പറഞ്ഞ കാലം, പോകുന്ന വഴിയിൽ മഷിത്തണ്ട് ഒടിച്ചെടുത്തിട്ട് ആ മഷിത്തണ്ട് കൊണ്ട് സ്ട്രൈറ്റ് മായിച്ച കാലം, പോകുന്ന വഴിയിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി ആ നമ്പർ കളിച്ചിരുന്ന കാലം, പോകുന്ന വഴിയിൽ അല്പനേരം കിട്ടുമ്പോ അയലോക്കത്തെ തൊടിയിലെ മാവിൽ മാങ്ങ എറിഞ്ഞ് ഉടമസ്ഥൻ ഓടി വരുമ്പോ പുസ്തകവും പൊക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ബാല്യകാലം. ആ ബാല്യകാലം ഇന്നില്ല. വൈകുന്നേരം തിരിച്ചു വരുമ്പോ മക്കളോട് ചോദിക്കും, മക്കളെ എന്താണ്? ഞങ്ങൾ വീഡിയോ ഗെയിം കളിച്ചു. അവര് ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ വിരൽ കൊണ്ട് ആട്ടിക്കളിച്ചു എന്നല്ലാതെ ഒരു കളിയുടെ കബഡി അവര് കളിച്ചിട്ടില്ല. മഴ പെയ്ത പാടങ്ങളിൽ അവർ ഫുട്ബോൾ കളിച്ച് ചെളിയിൽ ഉരണ്ടിട്ടില്ല. എന്റെ നാട് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ്. ഞാൻ ഇതെല്ലാം കളിച്ച ആളാണ്. പുഴയുടെ അറ്റത്താണ് എൻ്റെ വീട്. രാവിലെ പുഴയെന്ന് ഓടിപ്പോണ വഴിയിലാണ് തുണി റോഡി ഉരിഞ്ഞിട്ടിട്ട് പുഴയിലോട്ട് ചാടുക. എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോഴെൻ്റെ വീട് പുഴയുടെ തൊട്ടുപുറകിലാണ്. വീട്ടിൽ നിന്നൊരു 10 മീറ്റർ ദൂരമുള്ളൂ പുഴയിലേക്ക്. പുഴ താഴ്ന്നു കിടക്കാണ് വീട് പൊന്തിരിക്കുക. നമ്മുടെ കുട്ടികൾ വെറുതെ ഗെയിം കളിച്ചു. പക്ഷെ നമ്മുടെ ഒരു സുഖം അവരുണ്ടാക്കിയിട്ടുണ്ടോ? വൈകുന്നേരം ആ കവുങ്ങിന്റെ പാളയെടുത്ത് താഴെയിട്ട് അതിനകത്ത് കയറി 4 പേര് വലിക്കും, 2 പേര് അതുമേ ഇരിക്കും. റോട്ടിൽ കൂടെ വലിച്ച് കുറെ പോയി കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയടക്കം താഴെ പൊരിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ഒരു പഴയ ബാല്യകാലമില്ല. അവർക്ക് കൂട്ടുബന്ധങ്ങളില്ല. അടുത്തിരിക്കുന്ന കൂട്ടുകാരെ അറിയില്ല. ഏതുവരെ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇന്ത്യയിൽ ബോംബെ നഗരത്തിലെ സമ്പന്നര് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ മകൻ അമ്മയെ കാണുന്നില്ല. ഒരമ്മ മരിച്ചിട്ട് 3.5 മാസമായി. വിളിച്ചിട്ട് എടുക്കാതെ മകൻ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ, അവധിക്ക് വന്ന മകൻ വാതിൽ തുറന്നു നോക്കുമ്പോ മകൻ വിദേശത്താണ്. അമ്മ കസേരയിൽ മരിച്ചിരിക്കുന്നു. 3.5 മാസമായി അമ്മ മരിച്ചിട്ട്. എപ്പോഴാ സംഭവം? ഓഗസ്റ്റിൽ പോലീസുകാർ മോനോട് ചോദിച്ചു, അമ്മ എന്നാണ് ഏറ്റവും അവസാനമായി വിളിച്ചത്? കഴിഞ്ഞ ഏപ്രിൽ 20-ന്. കഴിഞ്ഞ ഏപ്രിൽ 20-ന്. എന്താ ഈ ലോകം നേടിയത്? അമ്മയെ മകൻ അവസാനം വിളിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 20-ന്. അവസാനം 4 മാസം കഴിഞ്ഞ് വരുമ്പോ അമ്മ മരിച്ചിരുന്നിട്ട് ഏത് അമ്മ? അമ്മ എന്നുള്ള 2 അക്ഷരത്തിന് ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ എന്ന 2 അക്ഷരത്തിലാണ് ഈ ലോകമെന്ന് പറഞ്ഞ നിന്നെ താരാട്ട് പാട്ടി ഉടക്കിയ ഉമ്മ, നിനക്ക് ജീവിതത്തിൽ സാന്ത്വനം പറഞ്ഞു തന്ന ഉമ്മ, നീ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറായ ഉമ്മ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ എഞ്ചിനീയർ എന്റെ ഉമ്മയാണ്. കളിപ്പാട്ടം കൊണ്ട് മുറ്റത്ത് കളിക്കുമ്പോ കളിപ്പാട്ടം കയ്യിൽ നിന്ന് വീണ് താട ചിതറി. ആ കളിപ്പാട്ടത്തിന് മുമ്പിലിരുന്ന് കരയുമ്പോ ഓടി വന്നിട്ട് എന്റെ കളിപ്പാട്ടം എടുത്ത് പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലാക്കി എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന എന്റെ ഉമ്മയെക്കാൾ വലിയൊരു എഞ്ചിനീയറെ ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ ഡോക്ടർ, ഇപ്പോൾ സലീം ഡോക്ടറെ ഇവിടെ ആദരിച്ചു, പക്ഷേ ഞാൻ കണ്ട ഏറ്റവും വലിയ ഡോക്ടർ എന്റെ ഉമ്മയാണ്. കളിമുറ്റത്തൂടെ ഓടി നടക്കുമ്പോ കല്ലില് തട്ടി കമിഴ്ന്ന് വീണ് കാൽമുട്ടിൽ വല്ലാതെ രക്തം കിനിയുമ്പോ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന് പച്ചില പറിച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് അതിലേക്ക് തന്റെ സ്നേഹത്തിന്റെ ഉമിനീരും ചേർത്ത് വെച്ച് മോനെ എന്ന് പറഞ്ഞ് തടുകി തലോടി എന്റെ കാൽമുട്ടിൽ ചേർത്ത് വെച്ച് തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയ ഡോക്ടറെ ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ അഡ്വക്കേറ്റ്, ഏറ്റവും വലിയ വക്കീൽ എന്റെ ഉമ്മയാണ്. വാപ്പ ഒരു കോടതിയാണ്. ചൂരലും വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച് ഇടത്തെ കയ്യിൽ വാപ്പാടെ ബലിഷ്ടമായ കയ്യിൽ കിടന്ന് പിടയുമ്പോ എവിടെ പോയടാ? എന്തിനു താമസിച്ചു? ആര് പറഞ്ഞു എന്ന് വാപ്പ എന്ന് പറയുന്ന മഹാകോടതി ചൂരലും കയ്യിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോ അവസാനത്തെ പ്രതീക്ഷ പോലെ അടുക്കളയിലേക്ക് നോക്കി ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ഉപ്പായോട് വാദിച്ച് തർക്കിച്ച് ജയിച്ച് ഉപ്പാന്റെ ചൂരലടിയിൽ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മോചിപ്പിച്ചു കൊണ്ടുപോയ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാണ് കുട്ടികളെ നിങ്ങളുടെ ഉമ്മമാര് വൃദ്ധസദനത്തിലായത്?
ശരിയാണ്. അനാഥാലയങ്ങളിൽ മുഴുവനും പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ, വൃദ്ധസദനത്തിൽ മുഴുവനും സമ്പന്നരുടെ മാതാപിതാക്കൾ. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അനാഥാലയം മുഴുവൻ പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ, വൃദ്ധസദനങ്ങൾ മുഴുവനും സമ്പന്നരായ ആളുകളുടെ മാതാപിതാക്കൾ. വെളിപ്പാടകര അടൂർ നഗരത്തിൽ രാവിലെ 8 മണിക്കൊരമ്മ കടത്തിണ്ണയിൽ വിറങ്ങലിച്ച് കിടന്നു. പോലീസുകാർ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് 8 മക്കളാണ്. 8 മക്കളെയും വിളിച്ചു വരുത്തി. ഒരാൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണത്തെ ജോലി. ഏത് ഉന്നത വിദ്യാഭ്യാസത്തിലാണ് അദ്ദേഹം പഠിച്ചതെന്ന് എനിക്കറിയില്ല. A+B the whole squared. എന്താ പേര്? പഠിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. A+B the whole square equal to A square plus B square plus 2AB എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമവാക്യങ്ങൾ പഠിക്കുമ്പോ 8 മക്കളും പറഞ്ഞ അമ്മേ ഞങ്ങൾക്ക് വേണ്ട. ചോദിച്ചു SI, അമ്മേ നിങ്ങൾ ഈ മക്കളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അമ്മ പറഞ്ഞ മറുപടി ഉണ്ട്, സാറേ ഞാനൊരൊറ്റ തെറ്റേ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. 8 പ്രാവശ്യം മരണസമാനമായ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ മക്കളെ പ്രസവിച്ചപ്പോ. 8 പ്രാവശ്യം ഇവരെ പ്രസവിപ്പിച്ചപ്പോ. ഇതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ലെന്ന് മലയാളത്തിന് അമ്മ വിളിച്ചു പറയുമ്പോ ഞാൻ ചോദിക്കുന്നു, ഈ പുരോഗമിച്ച ലോകം എന്താണ് നേടിയെടുത്തത്? മനുഷ്യത്വം തിരിച്ചറിയാത്ത, പെറ്റമ്മയെ തിരിച്ചറിയാത്ത മോനെ, നിന്റെ വാപ്പ ഇന്ന് നീ രാവിലെ ഇറങ്ങുമ്പോ നിന്റെ വാപ്പ ഇരുന്ന് ശ്വാസം ഇങ്ങനെ ആസ്മ പോലെ വലിച്ചു വിടുന്നുവെങ്കിൽ അത് നിന്നെ വളർത്താൻ വേണ്ടി വാപ്പ ചുമന്ന ചുമടിന്റെ വലിപ്പം കൊണ്ടാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ്. വാപ്പ എത്ര വയസ്സനായാലും, ഉമ്മ എത്ര വയസ്സായാലും അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാരണം അവര് ജീവിച്ചിരുന്നാലേ നമ്മളെ മകനെന്ന് വിളിക്കാൻ ഒരാളുണ്ടാവും. വൈകുന്നേരം കയറിപ്പോകുമ്പോ കാലൊച്ച കേൾക്കുമ്പോ കട്ടിലി കിടന്നോണ്ട് മക്കളെ എന്റെ മോൻ വന്നോന്ന് ചോദിക്കണമെങ്കിൽ ഉപ്പക്കും ഉമ്മക്കും ജീവൻ ഉണ്ടാവണം. അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മോനെ എന്ന് വിളിക്കാൻ ഒരാളുണ്ടാവില്ല. ഉപ്പാന്ന് വിളിക്കാൻ മക്കളുണ്ട്, സ്നേഹത്തോടെ വിളിക്കാൻ ഭാര്യയുണ്ട്, ജ്യേഷ്ഠ എന്ന് വിളിക്കാൻ കൂടപ്പുറപ്പുകളുണ്ട്. പക്ഷേ വൈകുന്നേരം ഡ്യൂട്ടിയും കഴിഞ്ഞ് മുമ്പിൽ വരുമ്പോ മോനെ എന്റെ മോൻ വന്നോന്ന് ചോദിക്കണമെങ്കിൽ ഉപ്പയും ഉമ്മയും എത്ര വയസ്സായാലും അവർക്ക് കട്ടിലിൽ ഒരല്പമെങ്കിലും ജീവനുണ്ടാവും. ഉപ്പ എത്ര വയസ്സായാലും ഉപ്പ ഒരു സുരക്ഷയാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ മുമ്പിലെ വാതിലിന് കുറ്റിയിട്ടില്ലെങ്കിലും ഉമ്മയും മക്കൾ സുഖമായി കിടന്നുറങ്ങും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ വീടിന്റെ വാതിലിന് എത്ര കുറ്റിയിട്ടാലും സമാധാനമായി ഉമ്മയും മക്കളും കിടന്നുറങ്ങില്ല. ഉപ്പ എത്ര വയസ്സനായാലും ഉപ്പ ഒരു സുരക്ഷയാണ്, ഉപ്പ ഒരു കരുതലാണ്. ഇതെല്ലാം മറന്നു മക്കളെ നിങ്ങൾ ജീവിച്ചു പോകുമ്പോ ഉപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് വലിച്ചു വിടുകയും മക്കളെ ഒരു രീതിയിൽ കടത്തിവിടുകയും ജീവിതത്തിന്റെ സുഖത്തിലൂടെ നടന്നു പോവുകയും ചെയ്താൽ നാളെ അല്ലാഹുവിനോട് പറയാൻ കഴിയില്ല, അല്ലാഹുവേ നാളെ കത്തിക്കാളുന്ന നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോ, നരകത്തിലേക്ക് ജനങ്ങളെ വലിച്ചെറിയാൻ പോകുമ്പോ ആ സമയത്ത് ആളുകൾ പറയും, അല്ലാഹുവേ തെമ്മാടികളായ ആളുകളെ നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖദാം. അല്ലാഹു പറയുകയാണ്, തെമ്മാടികളെ അവരെ കരുത്തിലും അവരെ മുതുകിലും പിടിച്ചിട്ട് മലക്കുകളെ വലിച്ചെറിയാൻ പോകുമ്പോ എങ്ങനെയാ നരകത്തിലേക്ക് വലിച്ചെറിയാ? നരമീമലി പറഞ്ഞിട്ടുണ്ടാവൂല്ലോ, എങ്ങനെയാ വലിച്ചെറിയാ? ചുമട്ടു തൊഴിലാളിയിലെ കിൻഡൽ ചാക്ക് എങ്ങനെ ഇടണ്ടിട്ടില്ലേ? ഒരു ലോറിന്ന് അടുത്ത ലോറിയിലേക്ക് ഒന്നി പിടിക്കുക, ഒരു കൊളുത്തിട്ട് ഇവിടെ നിന്ന് പിടിക്കുക, എടുത്തിട്ട് ഏറെ എറിയുക. അല്ലാഹു പറയാണ് ഖുർആൻ, യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖദാം. തെമ്മാടികളുടെ പിരടിയിലും കാലിലും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ കത്തിക്കാളുന്ന തീനാളങ്ങൾ അവരുടെ മുൻഭാഗത്ത് കാണുമ്പോ അല്ലാഹു നരകത്തിന്റെ തീയെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഇന്ന ജഹന്നമ കാനത മിർസാദാ ലിത്വാഗീന മആബാ.
നരകമെന്ന് പറയുന്നത് കത്തിക്കാളുന്ന അഗ്നിയുടെ സ്രോതസ്സാണ്. ആ നരകത്തിന്റെ തീനാളങ്ങളിൽ കിടന്നിട്ട് ദുർമാർഗികളുടെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ അവരുടെ തൊലിയും അവരുടെ മാംസവും ഇളകി വീഴുമ്പോ മറുഭാഗത്ത് ഒരു വെള്ളത്തിന്റെ ഒരു ചെറിയ ഒരു തോണി കാണും, ഒരു വെള്ളത്തിന്റെ പുഴ കാണുമ്പോ നരകവാസികൾ വെള്ളത്തിന്റെ പുഴയിലെ കോടുമത്രേ. ഓടി ഓടി അവർ ആ പുഴയുടെ മുമ്പിലെത്തുമ്പോ അത് വെള്ളമല്ല, പിന്നെ എന്തെന്നറിയോ? ഇല്ല ഹമീമോ വഗസ്സാഖാ അത് ഹമീം എന്ന് പറയുന്ന തിളച്ചുമറിയുന്ന ചീഞ്ചലമാണ്. നരകവാസികൾ ആ തിളച്ചുമറിയുന്ന പുഴയെന്ന് കരുതിയ ചീഞ്ചലത്തിന്റെ മുമ്പിലെത്തുമ്പോ അവരുടെ മാംസം മുഴുവനും ഉരുകി താഴോട്ട് വീണ് അസ്ഥിയുമായിട്ട് അവര് തിരിച്ചോടാൻ തുടങ്ങും. എവിടേക്കാണ് അവർ കരുതും ഇതിലും നല്ലത് നരകമാണല്ലോ. ആ നരകത്തിലേക്ക് തിരിച്ചോടുമ്പോ പാതി വടിയിലെത്തുമ്പോൾ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. എങ്ങനെ? ദുനിയാവിലൊരു സാധനത്തിന് തുടക്കത്തിൽ എത്ര ചൂടുണ്ടെങ്കിലും ഒരല്പനേരം കഴിയുമ്പോൾ ഇത് തണുക്കുമല്ലോ. ഈ വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചതാണ്, ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോ തണുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ഓടി വരുന്നതിന്റെ ഇടയിൽ ആ തിളച്ചുമറിയുന്ന ഹമീം തണുത്തിട്ടുണ്ടെന്ന് കരുതി അവര് നേരെ തിരിച്ചു വീണ്ടും ഹമീമിലേക്ക് ഓടും. അവിടെ എത്തുമ്പോ ഹമീം തണുത്തിട്ടില്ല. വീണ്ടും അവരെ നരകത്തിലേക്ക് തിരിച്ചോടുകയാണ്. പാതിവടിയിൽ വീണ്ടും ഹമീമിലേക്ക് ഓടുകയാണ്. ഇതൊന്നും കബീർ ബാക്കവി പൊടിപ്പും തൊങ്ങനും വെച്ച് പറയുന്നതല്ല, ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമയും പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ ഖുർആൻ പറയുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. എന്റെ ഹൃദയാന്തരാളത്തിൽ ഞാൻ മനപ്പാഠം ചെയ്തു വെച്ച എന്റെ വിശുദ്ധമായ ഖുർആൻ. ഞാൻ എന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമ പറയുകയല്ല. എന്നെ സംബന്ധിച്ചോളം ഭൗതിക വിദ്യാഭ്യാസത്തിൽ എന്നെക്കാളും ഡോക്ടറേറ്റ് നേടിയവരുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ ആലുവയിൽ പഠിക്കുമ്പോ ഷാഫി മൗലവി എന്ന് 8ാം ക്ലാസ്സിലാണ്. 8 വർഷത്തോളം എന്റെ സീനിയറാണ് അദ്ദേഹം. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലോ ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ എന്റെ പാണ്ഡിത്യം പറയുകയല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാ? കഴിഞ്ഞ 18 വർഷക്കാലം കേരളത്തിന്റെ അകത്തും പുറത്തും അല്ലാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്താൻ ശബ്ദം വിനിയോഗിച്ചൊരു പ്രബോധകനാണ്. ആ പ്രബോധകൻ നിങ്ങളോടും വിട പറയുന്നതിന് മുമ്പ് പറയാണ്, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ. അവര് ഹമീമിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ തവാഫ് ചെയ്ത് നടക്കുമത്രേ. അവസാനം അവരെ മലക്കുകൾ പിടിച്ചിട്ട്, മലക്കുകൾ അവരെ പെടലിൽ പിടിച്ചിട്ട് ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സല്ലൂ, അവരെ നരകത്തിൽ പിടിച്ചിട്ട് നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അവരുടെ പരടിയിലും അവരുടെ കാലിലും പിടിച്ചിട്ട് നരകത്തിന്റെ സബാനിയാക്കളായ മലക്കുകളുടെ കൈപ്പിടിയിൽ പിടച്ച് പിടയുമ്പോ അടുത്തത് നരകത്തിന്റെ തീയാണ് കാണുന്നത്. അവരവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഇത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ നഫ്സിനോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് അവരെ പിടച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, കാലൂ റബ്ബനാ ഗലബത അലൈനാ ശിഖവതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. റബ്ബനാ അല്ലാഹുവേ, റബ്ബനാ അല്ലാഹുവേ, ഗലബത അലൈനാ ശിഖവതുനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കാലം ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. കൂട്ടുകാരാണ് കള്ളു കുടിപ്പിച്ചത്, കൂട്ടുകാരന്റെ കൂടെയാണ് ചീട്ട് കളിച്ചത്. ഞങ്ങൾ ജീവിച്ചിരുന്ന കാലം ഏത് കൊള്ളരുതായ്മയും കാണുന്ന കാലമാണ് റബ്ബേ. വകുന്നാ ഖൗമൻ ളാലീൻ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിലവിളിക്കുമ്പോ
ആ സമയത്ത് റബ്ബ് ചോദിക്കുന്നൊരു മറുപടിയുണ്ട്. ഖാലു അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകല്ലിബൂൻ. എത്ര സ്പഷ്ടമാണ് ഖുർആൻ പറയുന്നത്. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് എത്ര പേര് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതാണ്. ഫകുന്തും ബിഹാ തുകല്ലിബൂൻ, ഇതൊക്കെ കള്ളമാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിസ്സാരവൽക്കരിച്ചവരല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം അമൂല്യമാണ്, അങ്കുലി പരിമിതമാണ് ആയുസ്. ഏത് സമയത്തും മരിച്ചാലും 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. 6 അടി മണ്ണാണ് ബാക്കി, വേറെ ഒന്നും കൂടെ ഇല്ല. 6 അടി മണ്ണാണ് ബാക്കി. 6 അടി മണ്ണിന്റെ ജന്മീന്നാരോ പാടിയതുപോലെ 6 അടി തന്നെ ഇല്ല. കബറ് കുടിക്കുമ്പോ കല്ല് കണ്ടിട്ട് ഒരു ഇൽപ്പ് ഇങ്ങോട്ട് കുടിച്ചാ പിന്നെ 5.25 അടി ഉണ്ടാവും. 6 തന്നെ ഇല്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതം നന്നാക്കണം. സമയമേറെ കടന്നുപോയി, ജീവിതം നന്നാക്കണം. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഖുർആന്റെ ഏറ്റവും ഭീകരമായ ആയത്ത്. ഏതായത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് അതോടുകൂടി പിരിയാം. ഈ സംഘാടക ഒരു ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുന്നുണ്ട്. ആ കൊച്ചുകുട്ടികൾ അവരവരെ കൊണ്ട് ചെയ്യുന്ന നന്മകൾ നാളെ മീസാൻ എന്ന ത്രാസിൽ അള്ളാഹു ഏറ്റവും ഭാരമുള്ളതാക്കി കൊടുക്കട്ടെ. ചെറുപ്പക്കാർ മുഴുവനും വഴിതെറ്റുന്നത് പ്രസംഗിക്കലല്ല, ബി പ്രാക്ടിക്കൽ. നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഇതുപോലെ യുവാക്കളെ സഹായിക്കണം. പാവങ്ങളെ, ക്യാൻസർ രോഗികളെ, ഒന്നുമില്ലാത്തവരെ സഹായിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി നല്ല സദക്ക 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് പരമാവധി നന്മ ചെയ്യുക. പരമാവധി നന്മ. ഏറ്റവും നല്ല നന്മ ഏതാണ്? ഏറ്റവും നല്ല നന്മ സാധുക്കളെ സഹായിക്കലാണ്. ഒരൊറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ. ബഹുമാനനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമറിന്റെ കാലഘട്ടം, രണ്ടുപേര് ഇശാ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു നിർത്തണോ വേണ്ടേ? ഇത് പറഞ്ഞ് നിർത്തിയാൽ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, രണ്ടുപേര് ഇശാ നിസ്കാരം കഴിഞ്ഞിറങ്ങി. ഖലീഫ ഉമർ റളിയല്ലാഹു നാട് ഭരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു തആല നടന്നു നോക്കുമ്പോൾ ഖലീഫ ഉമർ ഇങ്ങനെ ആരും കാണാതെ നടന്നു പോകുന്നു വിജനമായ എടപ്പാതയിലൂടെ. നോക്കിയപ്പോ ഈ ഉമർ ആരും അറിയാതെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ അബൂ തൽഹ പുറകെ കൂടി. എങ്ങോട്ടാ പോണെന്നറിയണ്ട. രാത്രി നേരെ പോയി നോക്കിയപ്പോ ഒരു കുടിലിന്റെ മുമ്പിലെത്തി. ഒരു ചെറിയ ഓലക്കുടിൽ. 4 പാടം നോക്കി, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോ കുടിലിനകത്തോട്ട് കയറി വാതിലടച്ചു. അബൂ തൽഹ ഞെട്ടിത്തിരിച്ചു പോയി. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നാട് ഭരിക്കുന്ന ഖലീഫ ഒരു വീടിന്റെ ഉള്ളിൽ പോയി ആരും കാണുന്നില്ല എന്ന് ഉറപ്പായിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. അബൂ തൽഹ പല വിചാരി, ഖലീഫ ഉമർ ഇത്ര മോശം, എന്താ ചെയ്യുക? നമ്മളാണ് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യും, കയറണത്, വാതിലടയ്ക്കണത്, പിന്നെ അതിന്റെ കൂടെ ഒരു ലൈവും കൂടെ എടുക്കും. അന്യന്റെ സ്വകാര്യതയിലേക്ക് കുളിഞ്ഞു നോക്കാൻ 1000 കണ്ണാണ് നമുക്ക്. അന്യന്റെ സ്വകാര്യതയിലേക്ക് അവനവനോ. ഖുർആൻ പറഞ്ഞ ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്താനാണ് ഖുർആൻ പറഞ്ഞത്. ഇത് പറയണം. അവര് ചെയ്തത് തെറ്റ്, ഓക്കെ. അവനെ പിടിച്ചിട്ടിട്ട് അടിക്കണവനോ? അവനേതോ ബ്രഹ്മചാരിയാന്ന് വിചാരിക്കും കണ്ട. അവനെവിടെയോ കഴിഞ്ഞ് വരണ വഴിയിലാണ് ഇവൻ കയറുന്നത് കണ്ടത്. എത്ര ആഭാസകരമാണ്. അവര് ചെയ്ത തെറ്റ്, അത് അവൻ തൗബ ചെയ്ത നമ്മൾ പിടിച്ചിട്ടിട്ട് അടിക്കുക, ലൈവ് ഇടുക. അപ്പൊ ഇതിനൊക്കെ അനുകൂലമാണോന്നല്ല, അത് അവർ ചെയ്തത് തെറ്റാണെങ്കിൽ അവനും അള്ളയും തമ്മിലായിക്കോട്ടെ. അന്യന്റെ നമ്മളിലാണെങ്കിലോ അപ്പോ റെക്കോർഡ് ചെയ്യും, പിന്നെ കൊടുക്കും. എന്താ ഗബീർ വാക്കവി മുട്ടിന്റെ താഴെ പാൻഡുവിട്ടുകൊണ്ട് നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പൊ പേടി റക്കീബിന് അത്തീതിനെയല്ല, വാട്സപ്പ് ഫേസ്ബുക്കും. ശരിക്കണെന്താ നിങ്ങൾ പറഞ്ഞുതരാം. റക്കീബും അത്തീതും. ഇപ്പൊ ഞാനൊരു ബാറിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി, നേരെ ബാറിന്റെ അകത്ത് കയറി കസേര ഇരുന്നു. റക്കീബ് അത്തീതും കുറ്റം എഴുതോ? ഇല്ല.
പക്ഷേ വാട്സപ്പും ഫേസ്ബുക്കും അതുകൊണ്ടല്ലോ അതാ ബാറിന് മുമ്പിൽ കബീർ ബാക്കി ഇവിടെ 66 കാണാം. അയാൾ ഇതാ കസേര ചാരിയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ റക്കീബ് അത്തീതും വെറുതെ മലക്കുകൾ വെറുതെ വിട്ടാലും മനുഷ്യൻ വെറുതെ വിടാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വലിയ പ്രശ്നങ്ങളാണ്, ബന്ധങ്ങളില്ലാതെ. ഒരുത്തിനോടൊരു നേതാവിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവനെ കുറിച്ച് പിന്നെ ഫേസ്ബുക്കിൽ ഇടുക, എന്തുണ്ടെങ്കിലും അപ്പം ഇടുക. എല്ലാവർക്കും വൈരാഗ്യം തീർക്കാൻ പറ്റിയത് ഫേസ്ബുക്കിലാണ്. അള്ളാഹുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. എത്ര വലിയ മുത്തക്കീങ്ങളാണെങ്കിലും എത്ര വലിയ അടയാളമുള്ളവരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചിന്തിയാൽ അള്ളാഹുവിനോട് സമാനം പറയേണ്ടി വരും. എടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ഉസ്താദ് അത് പറ്റുമോ ചെയ്താൽ പിന്നെ കണ്ടാ പരിസരപ്പെടുത്തണേ ചോദിച്ചാ നമ്മൾ ചെയ്യുന്ന തെറ്റ് ആദ്യം കാണുന്ന ആരാ? അള്ളയല്ലേ? അള്ള പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇതേവരെ? നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് വനഹിനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ആദ്യം കാണുന്നാരാ? അള്ളാഹ്. അള്ളാഹുടെ 99 സിഫത്തിൽ ഒരു സിഫത്ത് സത്താർ, അവൻ മൂടി വെക്കുന്നവനാണ്. ഗഫാറുൻ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. പുറത്തു കൊടുക്കുന്നതിനോട് കൂടെ തന്നെ സത്താറുൻ, അവൻ മറച്ചു വെക്കുന്നവനുമാണ്. സത്താറാണ് റബ്ബ്. റബ്ബ് മറച്ചു വെച്ചത് എന്തിനാടാ? അടിമയ്ക്ക് പരസ്യമാക്കാൻ എന്ന ആവശ്യം എന്താണ്? അവൻ സത്താറാൻ. ഈ രീതിയിലാണ് പോക്ക്. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് പരമാവധി സഹോദരങ്ങളെ, നമ്മളതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റുള്ളവരെ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ സ്വയം തിരുത്താൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു ആവിധ സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ മാറ്റി നിർത്തട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ കുടിലിന്റെ മുമ്പിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കുത്തിവെച്ചു. അടയാളം വെച്ച് മാറിപ്പോകരുത് വീട്. രാത്രിയിൽ പോയി കിടന്നിട്ട് ഉറക്കമില്ല. പക്ഷേ ഉമർ ആ രാത്രിയിൽ എന്തിനവിടെ പോയി ആരും കാണാതെ വാതിലടച്ചെന്തിന് അതിനകത്ത് കയറി? എല്ലാവിധത്തിലും അബൂ തൽഹയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടു. രാവിലെ ബാങ്ക് കേട്ടപ്പോൾ സുബഹിക്ക് പള്ളിയിലെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്തിനെത്തിയിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിന് വിഷമം. ഒരു വിധത്തിൽ സുബഹി നിസ്കരിച്ച് നേരെ വെച്ചു വിട്ടു. നേരം പുലർന്നു. എങ്ങോട്ട്? ഇന്നലെ രാത്രി അടയാളം വെച്ച കുടിലിലേക്ക്. അവിടെ ചെന്നു. കുടിലിന്റെ വാതിൽ എപ്പോഴും അടഞ്ഞു കിടക്കുന്നു. പോയി വാതിലിൽ മുട്ടി. അകത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം. ആരാണ് അകത്തുനിന്ന്? ആരാ വിളിക്കണത്? അകത്തുനിന്ന് റിപ്ലൈ ചെയ്യുന്നാരാ? നിങ്ങൾ ഉറങ്ങാണ് ഇരുന്നിട്ട് ഈ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങണ? റിപ്ലൈ ചെയ്താരാ? സ്ത്രീയാണ്. അതോടെ ഉറപ്പിച്ചു. ഇപ്പൊ അകത്തുള്ളതാരാ? സ്ത്രീയാന്ന് ഉറപ്പിച്ചു. രാത്രിയിൽ കയറിയതാരാ? പുരുഷനാണ്. ഇതിലൊക്കെ ഒത്തിരി മാതൃകയുണ്ട്. ദീൻ ചുമ്മാ പ്രസംഗിച്ചാൽ പോരാ. ദീൻ എന്നെ നിക്കാരത്തരമ്പ് മാത്രമാണെന്ന് കരുതരുത്. ദീൻ എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വമാനവീയതയാണ്. അള്ളാഹു റസൂൽ സർവ്വതും പഠിപ്പിച്ചിട്ടാണ് പോയത്. എന്ത് ചെയ്യണം നിങ്ങളിപ്പോ? എന്ത് ചെയ്യണം? ഒത്തിരി കെട്ടിയിട്ടു ആളുകളെ വിളിച്ചു, നിങ്ങൾ പോയിക്കാണ്, നിങ്ങളുടെ വഴി നോക്കി പടച്ചോനെ, ഇതുപോലെ എന്നെ നീ നിന്ദനാക്കല്ലേ അള്ളാഹുവേ, ഈ തെറ്റിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം അള്ളാഹുവേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത്, പടച്ചോനെ നീ അവന് പുറത്തു കൊടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോണം, നിങ്ങളാ കൂടെ നിൽക്കരുത്, തല്ലാനും കൊല്ലാനും നിങ്ങൾ നിൽക്കരുത്, പാടില്ല. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചിട്ട് കല്ലെറിഞ്ഞപ്പോൾ ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് ഏറ് വെച്ച് കൊടുത്തു. യാ ഖബീസൽ മദീന. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു, തൗബ ചെയ്തു, കല്ലെറിഞ്ഞു കൊന്നു. കല്ലെറിഞ്ഞപ്പോ ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് മായിസ് ഒറ്റേറി, യാ ഖബീസൽ മദീന, എടാ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച മദീനയെ നീ അശുദ്ധമാക്കിയില്ലോടാ വ്യഭിചരിച്ചിട്ട്. മുത്ത് റസൂലുള്ള കണ്ടുകൊണ്ടിരിക്കുകയാണിത്. മായിസ് റളിയല്ലാഹു അൻഹു മരിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി ആ സഹാബിയെ വിളിച്ചു, ചെരുപ്പെടുത്തെറിഞ്ഞ സഹാബിയെ അടുത്തോട്ട്, എന്ത് നബിയെ, തൻ്റെ മായിസാണ് ലക്കത്താബ മായിസു, എൻ്റെ മായിസ് തൗബ ചെയ്തു, എൻ്റെ മായിസിൻ്റെ പ്രതിഫലം ഇവിടുത്തെ 60 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവർ മുഴുവനും സ്വർഗത്തിൽ പോവും. നീയല്ലേ എൻ്റെ മായിസിനെ ചെരുപ്പ് വെച്ച് നിരത്തി എറിഞ്ഞത്? ഇതൊരു ഗുണപാഠമാണ്. എൻ്റെ മായിസ് റബ്ബിനോട് തൗബ ചെയ്തവൻ പരിശുദ്ധനായി റബ്ബിലേക്ക് പോയി. നീ എൻ്റെ മായിസിനെ ചെരുപ്പ് വെച്ചെറിഞ്ഞു. യാ ഖബീസൽ മദീന, എൻ്റെ മായിസിൻ്റെ പ്രതിഫലത്തിൻ്റെ ഇടയിലൊക്കത്ത് നിന്റെ പ്രതിഫലത്തു. ഇസ്ലാം എന്നാലൊരു സ്വഭാവമാണ് സഹോദരങ്ങളെ. അല്ല നാം പറയുന്ന നിസ്കാരത്തഴമ്പിൽ മാത്രമല്ല നിസ്കാരം ഈമാനുള്ളൂ.
അബൂ തലഹ വാതിൽ മുട്ടി. സ്ത്രീയാണ് ചോദിക്കുന്നത്, ആരാണത്? അബൂ തലഹ ഉറപ്പിച്ചു, അല്ലാഹുവേ, ഈ സ്ത്രീ താമസിക്കുന്ന വീട്ടിലാണോ ഇന്നലെ ഖലീഫ ഉമർ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉമർ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഉമർ, മാലകീക ശൈത്താനു സാലികൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ, ഉമറേ നീ വരുന്നത് കണ്ടാൽ പിശാച് പോലും പേടിച്ചോടുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു കയറി വന്നത്. ഖലീഫ ഉമർ കിസ്റ ഭരിക്കും കൈസറും ഞെട്ടുന്നതാ, മിസ്റിൽ മുഖൂക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ഉമറിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ സുന്ദരിയാണെന്നറിയാൻ അബൂ തലഹ റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞ ആ കുടിലിന്റെ വാതിലങ്ങട് തുറന്നപ്പോ അബൂ തലഹ കണ്ട പെണ്ണെന്തെന്നറിയോ? കൊല്ലത്തിന്റെ സ്വകാര്യ സത്യ തടവാ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ, മലയാള ഭാഷയുടെ തുഞ്ചത്തെടുത്തച്ഛൻ, രണ്ടാം തുഞ്ചത്തെടുത്തച്ഛനെ പോലെ മലയാള കവിതാ സൗകുമാര്യത്തെ ആത്മീയ മനസ്സിന്റെ സോപാനങ്ങളിലേക്ക് ആത്മീയമായി ഉയർത്തിക്കൊടുത്ത തലവാ ഉസ്താദ് കാവ്യാത്മകമായിട്ടതിനെ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. അബൂ തലഹ റളിയല്ലാഹു തആല കുടിലിൽ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? പനനാര് കൊണ്ടുവരിഞ്ഞു കോത്തൊരു കട്ടില്, പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടത്. പനനാര് കൊണ്ടുവരിഞ്ഞു ചേർത്തൊരു കട്ടില്, പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടത്. ഈത്തപ്പനയുടെ നാരുകൊണ്ട് ചേർത്ത് വെച്ച ഒരു പഴം കട്ടില്, ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു വയോവൃദ്ധ, കണ്ണ് കാണാൻ കഴിയാത്ത അന്ധയായൊരു വയോവൃദ്ധ പഴം കട്ടിൽ ഇങ്ങനെ പഴം തുണിക്കിട്ട് പോലെ കിടക്കുകയാണ്. അബൂ തലഹ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് ഞാൻ ഈ കാണുന്നത്? ആ വൃദ്ധയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ഉമ്മ വൃദ്ധയായി, ആരുടെയും തുണയില്ലാതെ ഒറ്റയ്ക്ക് അന്ധയായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഈ കുടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ആരാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത് ഉമ്മ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അത്രേ, എന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു ഉണ്ട് എനിക്ക്, അവൻ അതിന്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഉമ്മ സംവിധാനം എന്ന് ചോദിച്ചപ്പോഴാണ് ലോകചരിത്രത്തിന്റെ ജാജ്വലമായ ഒരു ചരിത്രം അവിടെ ഇതവിടുന്നത്. ഉമ്മ പറഞ്ഞ മറുപടി ഏതെന്നറിയുമോ? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും, രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ നിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും